ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ക്രിസ്മസ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്ത് ഇറങ്ങുമായിരുന്നു. അപ്പൊ ഇതിനെ പിടിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്തിയപ്പോഴാണ് ഞാൻ ആ നഗ്നമായ സത്യം മനസ്സിലാക്കുന്നത്. ഇവൻ എന്നെക്കാട്ടിലും നല്ല ഹൈറ്റ് വെച്ചു. ശരിക്കും ഇവനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ടായിരുന്ന ഞാനാ. ഈ പിള്ളേരൊക്കെ എന്ത് പെട്ടെന്നല്ലേ വളരുന്നത്. ഫോട്ടോ എടുക്കാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി വീഡിയോ ആണെന്ന് കണ്ടപ്പോഴത്തേക്കും ആള് വഴക്കിട്ട് പോയതാണ് നിങ്ങൾ ഈ കണ്ടത്. പിന്നെ ഈ ഉടുപ്പ് ഞാൻ പ്രത്യേകമായി എടുത്ത് കാണിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ഉടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെനിക്ക് 6ാം ക്ലാസ് വെച്ചിട്ട് എന്റെ അപ്പൂപ്പൻ വാങ്ങി തന്നായിരുന്നു. ഇപ്പൊ അപ്പൂപ്പനില്ലെങ്കിലും ഡ്രസ്സ് ഇപ്പോഴും എന്റെ കയ്യിൽ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, 6ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിൽ മേടിച്ച ഡ്രസ്സാണോ ഈ കുട്ടി ഡിഗ്രി 3rd ഇയർ ആയപ്പോഴും ഇട്ടുകൊണ്ട് കിടക്കുന്നതെന്ന്. അതേ ഗൈസ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തിന് ഇറക്കം പോലും കുറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇനി ഹൈറ്റ് വെച്ചിട്ടില്ലേ? അങ്ങനെ ഒരു വഴി ഇല്ലല്ലോ. നല്ല കളക്ഷൻസ് ഉണ്ടാവുമെന്നും കരുതി ആദ്യമേ സ്റ്റുഡിയോയിൽ പോയി. പിന്നെ മനസ്സിലായി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ നേരെ തൃപ്പൂണിത്തറയ്ക്ക് വിട്ടു. അവിടെ പിന്നെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് കാണാതിരിക്കത്തില്ല. ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോഴാണ് ഒരു സത്യം മനസ്സിലാവുന്നത്. ക്രിസ്മസിന് ഒരു ഡ്രസ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാന്നേ. കാര്യം വെള്ള, ചുമപ്പ്, പച്ച ഏതെങ്കിലും ഒരു നിറത്തിലുള്ള ഡ്രസ്സ് എടുത്താൽ മതിയെങ്കിലും ഇതിൽ നല്ലത് കണ്ടുപിടിക്കുക എന്നതാണ് ടാസ്ക്. എനിക്കാണെങ്കിൽ അവിടുത്തെ ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഏതെങ്കിലും എടുക്കണമല്ലോ എന്ന് കരുതി ഒരു ടോപ്പ് എടുത്തോണ്ട് വീട്ടിൽ വന്ന് ഇട്ട് നോക്കുമ്പോൾ കുട്ടിശങ്കരനോട് ഏതാണ്ട് ഒരു ഇഷ്ടമൊക്കെ എനിക്ക് തോന്നി. ഡ്രസ്സോ അവൻ എടുത്തു കൊടുക്കുന്നില്ല, ഫുഡും കൂടെ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത തവണ എന്റെ കൂടെ വരത്തില്ല. അതുകൊണ്ട് പിന്നെ അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഷെയ്ക്കും അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസും മേടിച്ചു കൊടുത്തു. എന്റെ പാവ അനിയനെ ഞാൻ സമാധാനിപ്പിച്ചിട്ട് പറ്റിച്ച് നൈസായിട്ട് ഒരു കോഴിയും വാങ്ങി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ രാത്രി 8 മണിയായി. ഈ സാധനം ഉള്ളതുകൊണ്ട് എനിക്കിപ്പോ പാതിരാത്രി ഒന്നും ഒരു പ്രശ്നമേ അല്ല. 8 മണി ഈസ് നോട്ട് എ പാതിരാത്രി, ബട്ട് സ്റ്റിൽ 8 മണിയൊക്കെ എന്റെ സ്വപ്നമായിരുന്നു. ഇപ്പൊ അതെല്ലാം ഞാൻ നേടിയെടുക്കുന്നു. അപ്പൊ ബൈ.